ആക്ച്വലി ഞങ്ങൾ ഒരു വീട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പ്ലാനിലല്ലായിരുന്നു. ഞങ്ങളുടെ പഴയ വീട് ഒന്ന് റിനോവേറ്റ് ചെയ്ത് കുറച്ചുകൂടെയൊക്കെ സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അതിനുവേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ ആക്റ്റീവ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. പഴയ വീട് നമ്മൾ റിനോവേറ്റ് ചെയ്യുമ്പോഴും ഒരു പുതിയ വീട് വയ്ക്കുന്നതിൻ്റെ ഒരു 70% പൈസ അതിനകത്ത് മുടക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അത് വിട്ടു. റിനോവേഷൻ എന്നുള്ളത് വിട്ടിട്ട് ഞങ്ങൾക്ക് ആ വീടിൻ്റെ പുറകിൽ തന്നെ വേറൊരു പ്ലോട്ട് ഉണ്ട്, അഡ്ജസ്റ്റൻ്റ് പ്ലോട്ട് വേക്കൻ്റായിട്ട് കിടന്ന് അതിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ചെറിയ പ്ലോട്ടായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇത്രയും വലിയ ഒരു വീട് വരുന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ എല്ലാ റിക്വയർമെൻറ്റ്സും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതൊക്കെ നല്ല കറക്റ്റ് പ്ലാനിങ്ങിൽ അവർ നല്ലൊരു പ്ലാൻ തന്നു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇതാക്കിയത്. കാരണം നമ്മുടെ പറയുന്ന എല്ലാ റിക്വയർമെൻറ്റിൻ്റെ അനുസരിച്ചിട്ടും അവർ പ്ലാൻ ശരിയാക്കി തന്നു. പിന്നെ ഇവിടെ ഇത് ചെറിയൊരു പ്ലോട്ടായത് കാരണം അവർക്ക് എന്താ പറയുക, ഇടുക്കി ചെയ്യുന്ന മണ്ണിടാനായിട്ടുള്ള സൗകര്യക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ സൈഡിൽ നിന്ന് തന്നെ അവര് വേണ്ട വിധത്തിൽ അവരെല്ലാം മാനേജ് ചെയ്യുക ചെയ്തത്. കൺസ്ട്രക്ഷൻ്റെ മുഴുവൻ സൂപ്പർവിഷനും എക്സിക്യൂഷനും ചെയ്തുകൊണ്ടിരുന്നത് ആക്റ്റീവ് ഡിസൈൻസ് ആയിരുന്നു. അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരുന്നു. എന്തെങ്കിലും ഓരോ സ്റ്റേജും എന്ത് ചെയ്യുന്നു, എന്ത് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സ് നമുക്ക് തന്നുകൊണ്ടിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് വന്ന ഗസ്റ്റുകൾ പലരും ചോദിച്ചു ഇത് ഏത് കമ്പനിയാണ് ഈ വർക്ക് ചെയ്തതെന്ന്. അവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പ്ലോട്ടിനുള്ളിൽ ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ച് പോലും പാഴാക്കാതെ ഇത്രയും നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അത് പ്ലാൻ ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്ത് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നവരോടെല്ലാം നമ്മൾ നന്നായിട്ട് നല്ല രീതിയിലാണ് ഇതെല്ലാം നടത്തിയത് എന്നുള്ള കാര്യം ഞങ്ങൾ പറയാറുണ്ട്. അത് ഇനിയാണെങ്കിലും ആര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ഡിസൈൻസിനെ ഓൾവേസ് നമ്മൾ സജസ്റ്റ് ചെയ്യും. നമ്മളോട് പലരും ചോദിച്ചു, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആക്ച്വലി ആക്റ്റീവ് ഡിസൈൻസ് ആണ് ചെയ്തതെന്നും ഈ പ്ലാനിങ് എല്ലാം അവരുടെയാണെന്നും. കാരണം അവർക്കെല്ലാം ഭയങ്കര സർപ്രൈസാണ് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്തതെന്നുള്ളത്. എല്ലാവരോടും പറയാറുണ്ട് ഞങ്ങൾ ആക്റ്റീവ് ഡിസൈൻസ് ആണ്, ക്രെഡിറ്റ് മുഴുവൻ അവർക്കാണെന്നുള്ളത്.